ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 23 പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും സന്തോഷമാണോ? വലിയ നോമ്പിൻ്റെ പാതി നോമ്പിനോട് നമ്മൾ അടുത്തു വരികയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്ത സങ്കീർത്തനം 16:4. ബൈബിൾ കയ്യിലെടുക്കാം, ചേർന്ന് വായിക്കാം. അന്യദേവന്മാരെ അനുഗമിക്കുന്നവൻ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:12 ഒരു വചനം ചേർന്ന് വായിക്കാം. ജീവിതത്തിലെ തെറ്റുകൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. ദൈവമക്കളെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കുവാനായിട്ടുള്ളത്? ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങളും രോഗങ്ങളും ഉണ്ട്. എന്നാൽ ദൈവം അനുവദിക്കാത്ത ചില രോഗങ്ങളും സഹനങ്ങളും നമ്മുടെ തന്നെ പ്രവൃത്തികളാണ്. ആയതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ഒരു സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല. ദൈവം തന്ന യേശു എന്ന ഒരു നാമമാണ്. അത് വിളിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ സിനിമാ താരങ്ങളിൽ, സ്പോർട്സ് താരങ്ങളിൽ, ചില സംഘടനകളിൽ, ചില അണികളിൽ, ചില കൊടികളിലൊക്കെയും ആശ്രയം വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയും സംഘടനകൾ, രാഷ്ട്രീയങ്ങൾ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നിൽ പോകുമ്പോൾ, ചില ആൾ ദൈവങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ ദുരിതം നമ്മൾ വർദ്ധിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അതുകൊണ്ടാണ് അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നുവെന്ന് സങ്കീർത്തനം 16:4 നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് ദിവസങ്ങളിലൊക്കെയും ഒന്ന് ചിന്തിക്കണം. ഒന്നാം പ്രമാണം, അതിനെതിരെ ആൾ ദൈവങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ? അതൊരു വിഗ്രഹമായി പലപ്പോഴും മാറി. ചില സിനിമാ താരങ്ങൾ, ചില സ്പോർട്സ് താരങ്ങൾ വിഗ്രഹമായി നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് അതിൽ അവരോടുള്ള ആരാധന വർദ്ധിച്ചും അങ്ങനെ നമുക്ക് പ്രാർത്ഥന ഇല്ലാതെ പോകുന്നു. അപ്പം അതുകൊണ്ട് ഇതൊക്കെയും ഓർത്തെടുക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ എല്ലാം, പ്രത്യേകിച്ച് നോമ്പിൻ്റെ കൂടുതൽ ആഴമേറിയ മൂർധന്യ അവസ്ഥകളിലേക്ക് നമ്മൾ ആദ്യ പകുതി തീരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം നയിക്കുവാനും ഒരു വിചിന്തനം ചെയ്യുവാനും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. വചനം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.